കുടുംബമായി ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലതരം പ്രശ്നങ്ങൾ നേരിടുന്നതുണ്ടാകാം. പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, അത് പരിഹരിച്ച് സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ആ 5 കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരസ്പരം കൂട്ടുജീവിതം നയിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുടുംബ ജീവിതം നയിക്കുന്ന സമയത്ത് സന്തോഷമുണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഒന്നാമത്തേത് നല്ല ആശയവിനിമയ രീതി, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. അത് വളരെ പ്രധാനമാണ്. പരസ്പരം തുറന്ന് സംസാരിക്കുകയും കാര്യങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്യുക. ഒരുപക്ഷെ തൻ്റെ പങ്കാളി, പാർട്ട്ണർ, തൻ്റെ ജീവിത സഹചാരി തന്നോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകാം. അവരൊരു കാര്യം പറയുന്ന സമയത്ത് അതിനെ ക്രോസ് ചെയ്യുകയോ അതിൽ മറികടന്ന് അഭിപ്രായം പറഞ്ഞോ ശീലിച്ചാൽ കാര്യങ്ങൾ പറയാൻ എപ്പോഴും അവർ പ്രയാസപ്പെടും. കഴിയുന്നതും പറയാതിരിക്കും. ഒരു കാര്യം പറയുന്ന സമയത്ത് തർക്കിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കാതെ അത് പാതി ശ്രദ്ധയോടെ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ പറയുന്നത് പലപ്പോഴും പറയുന്നതിൽ നിന്ന് പിൻവാങ്ങും. അതുകൊണ്ട് തന്നെ പരസ്പരം തുറന്ന് വ്യക്തമായി പറയുന്ന സാഹചര്യം ഉണ്ടാകുകയും അതിന് തടസ്സമുണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് തടസ്സങ്ങളിൽ നിന്ന് പിന്മാറുകയുമാണ് ചെയ്യേണ്ടത്. ആശയവിനിമയം നന്നാകാൻ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, സജീവമായി ശ്രദ്ധിക്കുക, വാക്കുകൾ ശ്രദ്ധിക്കുക. എന്താണ് പറയുന്നത് എന്ന് അവരുദ്ദേശിക്കുന്ന അർത്ഥത്തിൽ എടുത്ത് ശീലിക്കുക. പറയുന്ന ആൾ ഏതർത്ഥത്തിൽ എടുക്കുന്നു, ഏതർത്ഥത്തിൽ പറയുന്നു എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടാൽ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നന്നാകും. അവരേതർത്ഥത്തിലാണ് അത് പറയുന്നത് എന്ന് ചിന്തിക്കുക. നമ്മൾ മറ്റൊരു അർത്ഥത്തിൽ എടുക്കുന്നതിന് പകരം അവർ പറയുന്ന അർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാക്കുകയും എടുക്കുകയും ചെയ്യുക. വിമർശിക്കാതിരിക്കുക. ഒരു കാര്യം പറയുന്ന സമയത്ത് അവിടെ ചെയ്താൽ അങ്ങനെ കുഴപ്പം, ഇങ്ങനെ കുഴപ്പം എന്ന് പറഞ്ഞ്, ഉദാഹരണത്തിന് ഭർത്താവ് കാര്യങ്ങൾ പറയുന്നില്ല എന്ന അഭിപ്രായമുള്ള ഭാര്യമാരെ കാണാം. അവരിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാവുക, ഒന്നിൽ അവർ പറയുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലോ പറയുന്ന കാര്യങ്ങളിലോ വിമർശനം ഉന്നയിക്കും. ഒരു ബിസിനസ് ചെയ്യുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ബിസിനസ്സുകാരി അല്ലാതിരിക്കുന്ന സമയത്ത് അയാളുടെ ബിസിനസ് കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക, ആ അർത്ഥത്തിലെടുക്കുക, വിമർശിക്കാതിരിക്കുക, പാതി ശ്രദ്ധയോടെയോ അശ്രദ്ധയോടോ കേൾക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക, അവർ പറയുന്ന അർത്ഥത്തിൽ എടുക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധയോടുകൂടെ കേൾക്കുക, വാക്കുകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും വേദനിപ്പിക്കുന്ന അഭിപ്രായങ്ങളോ വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ പറയാതിരിക്കുക. നിങ്ങളെ ബിസിനസ് അല്ലെങ്കിലും അങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയിട്ടപ്പോഴാ വിജയിച്ചത്, എല്ലാം പരാജയമാണല്ലോ, ഇങ്ങനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരിക്കലും പറയാതിരിക്കുക. വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, കൃത്യമായ ആശയവിനിമയ രീതി. അവിടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ നിലക്കുന്നത് കാണും. രണ്ടാമത്തത് ഗുണനിലവാരമുള്ള സമയം അഥവാ ക്വാളിറ്റി ടൈം ഉപയോഗിക്കുക. ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും പുതിയ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയും ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ ഒന്നിച്ച് ചെയ്യല്ലേ എന്ന അർത്ഥത്തിൽ ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുക. ദിവസവും പരസ്പരം സംസാരിക്കാൻ ഒരു സമയം മാറ്റിവെക്കുക. അതുപോലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, കളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. യാത്ര ചെയ്യുക, വല്ലപ്പോഴൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്ത് ഒരു ആഘോഷിക്കുക. സിയാറത്തുകൾ ചെയ്യുക. അതുപോലെ അനുവദനീയമായ കൂത്താട്ടങ്ങളൊന്നും ഇല്ലാത്ത നിലവാരമുള്ള രീതിയിലുള്ള സന്ദർശനങ്ങളും യാത്രകളും കുടുംബ സന്ദർശനങ്ങളൊക്കെ ഏർപ്പെടുത്തുക. അപ്പൊ രണ്ടാമത്തത് ക്വാളിറ്റി ടൈമിന്റെ ഭാഗമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം അംഗീകരിക്കുക. തന്റെ പങ്കാളി ചെയ്യുന്ന, ഇപ്പോൾ ഭാര്യ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെ അംഗീകരിക്കുക. ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്ന് അംഗീകരിക്കുക. ഭർത്താവ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് അംഗീകരിക്കുക. അതിനെ ബഹുമാനത്തോടെ കാണുക, ഒരിക്കലും അതിനെ വില കുറച്ച് കാണാതിരിക്കുക. പങ്കാളിയുടെ വ്യത്യാസങ്ങളെ അംഗീകരിക്കുക, അവരെ മാറ്റാൻ ശ്രമിക്കാതിരിക്കുക. മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഏറെ കുഴപ്പങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണോ തന്റെ ജീവിത പങ്കാളി അങ്ങനെ അവരെ അംഗീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷവും നല്ല മുന്നോട്ട് പോക്കും ഉണ്ടാകുന്നത്. പങ്കാളിയുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കുക, അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പങ്കാളിയാകുക. തന്റെ
ജീവിത സഖിയെ അല്ലെങ്കിൽ തന്റെ ആ ജീവിത സഹചാരിയെ അവരുടെ നേട്ടങ്ങളിൽ അവരെ അഭിനന്ദിക്കുക. നേട്ടങ്ങൾ ഉണ്ടായാൽ അതത്ര പറയാനുണ്ടോ എന്ന രീതിയിൽ കുറച്ച് കാണുന്ന ശൈലി ഒഴിവാക്കുക. എപ്പോഴും അവർക്ക് സന്തോഷം കൊടുക്കുകയും അവരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പങ്കാളിയെ സ്നേഹിക്കുകയും അവരോട് നന്ദി പറയുകയും ചെയ്യുക. പരസ്പരം തന്റെ ഒരു ജീവിതത്തിൽ കൂടെ ഇത്രയും സമയം ചെലവഴിക്കുന്ന ഒരാളോട് നന്ദി പറയാൻ സമയം കണ്ടെത്തുക. വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം അംഗീകരിക്കുക. മൂന്നാമത്തെ കാര്യം. നാലാമത്തത് ശാരീരിക അടുപ്പം നിലനിർത്തുക, ഫിസിക്കൽ ടച്ച് നിലനിർത്തുക. പരസ്പരം സ്പർശിക്കുക, ആലിംഗനം ചെയ്യുക. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, പുതിയ കാര്യങ്ങൾ, പുതിയ രീതികൾ ചെയ്യുക. അതുപോലെ ഒന്നിച്ച് ശാരീരികമായി ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനം കാണിക്കുന്ന രീതിയിലുള്ള ടച്ചിങ്ങുകൾ, പരസ്പര ശാരീരിക ബന്ധങ്ങൾ നിലനിർത്തുക. നാലാമത്തെ. അഞ്ചാമത്തെ കാര്യം, ഒരുമിച്ച് ഉയരുക. പരസ്പരം ഉയരാൻ അവസരങ്ങൾ ഒരുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ബിസിനസ്സിൽ ഭർത്താവിന് ഭാര്യ സപ്പോർട്ട് ചെയ്യുക, ആവശ്യമായ എല്ലാ സപ്പോർട്ടും കൊടുക്കുക. ഭാര്യയ്ക്ക് ഉയരാൻ ആവശ്യമായ എല്ലാ സപ്പോർട്ടും കൊടുക്കുക. അങ്ങനെ നമ്മുടെ നമ്മുടെ പരിധികളും അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങളും ലംഘിക്കാതെ തന്നെ നമുക്ക് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും. ഒരുമിച്ച് വളരുക, പുതിയ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക, അത് നേടാൻ പരസ്പരം സഹായിക്കുക. ഏത് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴും ഒന്നിച്ചു നിന്ന് നേരിടുക. കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ വീര്യം ചോർത്തി കളയുകയോ ചെയ്യാതെ പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക. ആ ഉയരങ്ങൾ കീഴടക്കാൻ, വെല്ലുവിളികൾ ഉണ്ടായാൽ ആ വെല്ലുവിളികൾ കീഴടക്കാൻ ഒന്നിച്ച് തീരുമാനിക്കുക, ഒന്നിച്ചു മുന്നേറുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല കുടുംബ ജീവിതം, നല്ല ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ടുണ്ടാകുന്നതല്ല. അത് നിരന്തരമായ നമ്മുടെ ജീവിത രീതികളിലൂടെ, ജീവിതയാത്രകളിലൂടെ രൂപപ്പെടുന്നതാണ്. അതിൽ ക്ഷമ വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ജീവിതത്തിലെ ഒരു ജീവിത വ്രതമാണത്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് ഉയരങ്ങൾ കീഴടക്കാം, നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാം, ദൃഢമായ നല്ല സ്നേഹബന്ധങ്ങൾ നമുക്ക് പടുത്തുയർത്തി മുന്നോട്ട് പോകാം. എപ്പോഴും ജീവിതത്തിൽ സന്തോഷമുള്ള നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.